renew your mind with God's word. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഇതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ജയിക്കണം. വചനം എന്ത് ചെയ്യണം? വായിക്കണം. വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് എന്ത് ചെയ്യും? സ്നേഹം കയറും. സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്ക് സഹോദരന്മാരെ എന്ത് ചെയ്യും? സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ വെറുപ്പിന്റെ ചിന്താഗതി ഉള്ളിൽ വരുമ്പോൾ അതിനെ ജയിക്കാൻ ദൈവവചനം മെഡിറ്റേഷനിലൂടെ നമുക്ക് കഴിയും. Pray for the person you hate. നമ്മൾ മനുഷ്യരാണ്. മാനുഷിക പ്രകൃതിയിൽ നമുക്ക് ദേഷ്യം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. മാനുഷിക ചിന്താഗതിയിൽ ഒരു വ്യക്തിയോട് മാനസിക അകൽച്ച ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതെന്റെ നിത്യതയെ ബാധിക്കുമെന്ന്, എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാണെന്ന് എന്നൊരു ചിന്ത എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ അതിനെ ജയിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു അനുഗ്രഹിക്കുന്ന ഒരു അവസരമാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ വാക്കുകൊണ്ട് നിങ്ങളെ അവരുടെ ആറ്റിറ്റ്യൂഡോ അവരുടെ രീതികളോ നമുക്ക് എനിക്കോ നിങ്ങൾക്കോ വിഷമം ഉണ്ടാക്കിയാകാം. പക്ഷേ ദൈവങ്ങളെ അവരെ ബ്ലസ് ചെയ്ത് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമായി